ആദ്യം 2 ചെടിയിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. എന്തോ മക്കുലറ്റയോ? ഇതാ ചേട്ടാ, ഇതിന്റെ പേരാണ് യെല്ലോ തായ്. ഇത് ടഫേറ്റ. ഞാനും അമ്മയും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയൊക്കെ ആയി. മേരി ക്രിസ്മസ്, അത് കൊള്ളാം. ഇതാണ് പെപ്പറോമിയ. ഇത് ക്രാക്ലിംഗ് റോസി. ഇതെല്ലാം പുതിയ പുതിയ വെറൈറ്റികളാണ് കേട്ടോ. ഇവര് എവിടൊക്കെ സ്പേസ് ഉണ്ടോ അവിടെ എല്ലാം തൈകളൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ ചേച്ചി? ഇതെല്ലാം സെയിലിനുള്ള തൈകളാണ് കേട്ടോ. ബ്രേവറി മോസ, ഫയർ വർക്ക്, അയൺ ക്രോസ്. നമ്മുടെ അന്നത്തെ ആ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ ഒരുപാട് സ്ഥലത്തുനിന്ന് വിളിച്ചു ചേച്ചി അല്ലേ? ഒരുപാട് സ്ഥലത്തുനിന്ന് വിളിച്ച് നമുക്ക് കേരളത്തിൽ എല്ലാ ജില്ലകളിലും അയക്കാനും പറ്റി. അപ്പൊ രണ്ടുപേരും ഇന്ന് എന്റെ കൂടെ ഉണ്ട് കേട്ടോ. എന്തോ പരിപാടി? ചേട്ടാ, ഞങ്ങളുടെ പ്ലാന്റാ. ഞാനും അമ്മയും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ രണ്ടുപേരെയും പ്ലാന്റുകളല്ലേ? ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയില് മാവേലിക്കരയ്ക്ക് അടുത്ത് കുന്നം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഈ അമ്മയും മകളും കൂടെ ഈ വീട്ടിലെന്ന് പറയുമ്പോൾ ബെഗോണിയ പ്ലാന്റിന്റെ ഒരു കലവറ തന്നെ നിങ്ങൾക്കായിട്ട് സമ്മാനിക്കുകയാണ്. മോൾ എവിടെ പഠിക്കുന്നത്? ഞാൻ ചെങ്ങന്നൂർ IT. ചെങ്ങന്നൂർ IT അല്ലേ പഠിക്കുന്നത്? അപ്പം മോൾ ഈ പഠനത്തോടൊപ്പമാണോ ഈ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്? ഞാനും അമ്മയും കൂടിയാണ്. അമ്മയും കൂടെ. മോളെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഏതാണ്? വെറൈറ്റി ആണ് ഇപ്പൊ എല്ലാവരും നോക്കുന്നത്. ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെറൈറ്റിയാ. ഇതിന്റെ പേരെന്താണ് മോളെ? ഫയർ വർക്ക്. ഫയർ വർക്ക് കൊള്ളാല്ലേ? നല്ല ചന്തമുണ്ട് ആ പ്ലാന്റിന്. ഫയർ വർക്ക് എന്നാണ് ആ ഒരു പ്ലാന്റിന്റെ പേര്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഈ വീട് ഒരു വലിയൊരു നഴ്സറി ആക്കി മാറ്റിയിരിക്കുകയാണ്. വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്ലാന്റുകൾ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ. അതെ, രണ്ടുപേരും കൂടെ നല്ല അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ടിട്ട് വളർത്തിയെടുക്കുന്ന ചെടികളാണ്. നോക്കിയേ, ഇതിന് ഓരോന്നിനും ഓരോരോ പേരുകളുണ്ട്. നമുക്ക് ഓരോന്നൊന്ന് പരിചയപ്പെടാം. ചേട്ടാ, ഇതിന്റെ പേരാണ് യെല്ലോ തായ്. യെല്ലോ തായ് അല്ലേ? കാണാൻ നല്ല ചന്തമുണ്ട് കേട്ടോ. അങ്ങനെ പല പേരുകളുള്ള ബെഗോണിയ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. ഇത് എസ്കാർഗോട്ട്. കൊള്ളാം. കൂട്ടുകാരികളൊക്കെ ആവശ്യപ്പെടുവോ? ചോദിക്കാറുണ്ട്. ക്ലാസ്സിൽ കൊണ്ടുവരണമെന്ന് പറയുമോ? ഓക്കെ. അതേതാണ്? ഇത് ക്രാക്ലിംഗ് റോസി. ക്രാക്കിൻ റോസി. കൊള്ളാം കേട്ടോ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ടഫേറ്റ. നോക്കിക്കോണേ. ദേ ചേച്ചിമാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ പ്ലാന്റുകൾ ഇവരുടെ കയ്യിൽ കസ്റ്റഡിയിലുണ്ട്. ആവശ്യക്കാരൊക്കെ ഓർഡർ ചെയ്തോ, എവിടെ വേണമെങ്കിലും എത്തിച്ചു തരും. ഇതെല്ലാം പുതിയ പുതിയ വെറൈറ്റികളാണ് കേട്ടോ. ഇതൊക്കെ കാണാൻ എന്തോ ചന്തമുണ്ട്. നിങ്ങൾ നോക്കി, ഒരു വെറൈറ്റി ഗാർഡൻ ആണ് കേട്ടോ ഇവരുടെ. ഇതേതാണ്? കോക്ലറ്റ്. നാക്കിൽ നിൽക്കുന്നില്ല പേരുകളൊക്കെ. പഠിക്കുന്നതിനോടൊപ്പം ഇതൊക്കെ ചെയ്യാൻ വലിയ പാടല്ലേ? രാവിലെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണോ പോകുന്നത്? 3 മണി കഴിഞ്ഞ് ഞാൻ വരും. അത് കൊള്ളാമല്ലോ. അതിന്റെ പേരെന്തുവാ? ഇതിന്റെ പേര് മക്കുലാറ്റ. എന്തോ മക്കുലറ്റയോ? ഇവര് പറയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെയുള്ള പേരുകൾ ഉണ്ടെന്ന് തന്നെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. മക്കുലറ്റ കൊള്ളാം. ഇതൊക്കെ കാണുന്ന നിങ്ങൾക്ക് കൗതുകമായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ വീടിനെ മനോഹരമാക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് ഇവരുടെ കസ്റ്റഡിയിലുള്ളത്. ഇങ്ങനെ നിരയായിട്ട് ഈ വീടിന് ചുറ്റും ഇവര് എവിടൊക്കെ സ്പേസ് ഉണ്ടോ അവിടെ എല്ലാം ഈ തൈകളൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ ചേച്ചി? ഇതെല്ലാം സെയിലിനുള്ള തൈകളാണ് കേട്ടോ. പണ്ട് ഞാനിവിടെ വരുമ്പോൾ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ, മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ സ്റ്റോക്ക് തീർന്നോ? അത് തീർന്നു. അതൊക്കെ കൂടുതൽ ആവശ്യക്കാരുണ്ടായിരുന്നോ? ഒരുപാട് സ്ഥലത്തുനിന്ന് വിളിച്ച് നമുക്ക് കേരളത്തിൽ എല്ലാ ജില്ലകളിലും അയക്കാനും പറ്റി. അപ്പൊ മോളാണ് ചേച്ചിയുടെ പവർ അല്ലേ? മോള് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് കോളേജിൽ പോകുന്നത് അല്ലേ? കൃത്യമായിട്ട് ചെടിയെല്ലാം എപ്പോഴും നോക്കുകയും നനയ്ക്കും എല്ലാം ചെയ്യും അല്ലേ? എല്ലാം ചെയ്യും. ചേച്ചി, എത്രത്തോളം പ്ലാന്റുകൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇപ്പൊ? എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 250 വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് ചേച്ചി ഡെലിവറി ഇപ്പം വീട്ടമ്മമാർക്കും ഇത് കാണുന്ന ആൾക്കാർക്കും ഒക്കെ എങ്ങനെ ചേച്ചി ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്? കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. കൊറിയറായിട്ട് എത്ര ദിവസത്തിനുള്ളിൽ ചെല്ലും അങ്ങ്? കേരളത്തിൽ എവിടെയും 2 ദിവസം മതി. ഇന്ന് നമ്മൾ അയക്കുകയാണെങ്കിൽ നാളെ കിട്ടും. എല്ലാ വെറൈറ്റിയും വേണമെന്നും പറഞ്ഞുകൊണ്ട് വന്നെടുക്കും. നമ്മൾ അയച്ചും കൊടുക്കുന്നുണ്ട്. എറണാകുളം, മലപ്പുറം ഒക്കെ എല്ലാ വെറൈറ്റി വേണമെന്ന് പറയും. ചേച്ചിയുടെ മെയിൻ ആയിട്ടുള്ള വെറൈറ്റികൾ ഏതൊക്കെയാണ്? പുതിയ വെറൈറ്റീസ് തന്നെ. പിന്നെ എല്ലാത്തിന്റെ പേര് നമുക്ക് കറക്റ്റും അറിയത്തില്ല. ബെഗോണിയ പ്ലാന്റുകളാണ്. എല്ലാം ബെഗോണിയയാണ്. ഇതിന്റെ ഓരോ പ്ലാന്റിന്റെ ആ ഇലയുടെ ഡിസൈൻ പോലെയാണ് പേര് വരുന്നത്. അതാണ് അതിന്റെ ഭംഗി. മനുഷ്യനിടുന്ന പേരാണല്ലോ എല്ലാത്തിനും അല്ലേ? അതെ. ചേച്ചി നോക്കുന്നു, അതെന്താണ്? ഇതൊക്കെയാണെങ്കിൽ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ കളറിൽ വരും. ഈ കളർ വരും അല്ലേ? ഇപ്പൊ ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത്രയും കളർ വരത്തില്ല. ഇതിന്റെ വലിയ പ്ലാന്റ് ആണ് ഇത്. ഇതിന്റെ വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് അല്ലേ? ഇതിന് പേര് അറിയത്തില്ല ചേച്ചിക്ക്? പേരറിയത്തില്ല. മറന്നു. അറിയായിരുന്നു. എല്ലാത്തിന്റെ പേര് ഓർത്തിരിക്കാൻ പറ്റത്തില്ല, കാരണം ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുകയാണ് ചെടികള്. അപ്പൊ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഇവർ പരിചരിക്കുന്നത്. ചെടിച്ചട്ടിയിൽ നല്ല കൃത്യമായിട്ട് പരിചരിച്ചിട്ടാണ് ഇവർ ഈ പ്ലാന്റിന്റെ തൈകള്
നിങ്ങൾക്കായിട്ട് തരുന്നത്. അപ്പൊ നിങ്ങളുടെ വീടും മനോഹരമാക്കാം അല്ലേ ചേച്ചി? അതെ അതെ. ചേച്ചി ഇതിലേക്ക് തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? ആദ്യ തുടക്കം എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ ഇതിന്റെ ഭംഗി കണ്ട് 2 ചെടിയാണ് വാങ്ങിച്ചത്. പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇത് സെയിലുള്ളവരോട് നമ്മൾ ദൂരെയൊക്കെ പോയി വാങ്ങിച്ചു, അയച്ച് തരുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഓരോരുത്തരും ഇത് തായ്ലൻഡിൽ നിന്നും അങ്ങനെ ദൂര സ്ഥലത്തു നിന്നും ഒക്കെ വാങ്ങിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരോടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവരോട് നല്ല വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. പിന്നെ നമ്മളിത് പ്രൊപ്പഗേഷൻ ചെയ്താണ് ഈ തൈകളാക്കുന്നത്. ഈ കാണുന്ന തൈകളൊക്കെ ആവശ്യമായിട്ടുള്ളവർ വിളിച്ചോ, ഇവരുടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഈ ചേച്ചി മോളും കൂടെ നിങ്ങളുടെ വീട് മനോഹരമാക്കാൻ പറ്റിയ ചെടികളും തൈകളും ഒക്കെ അയച്ചു തരും. ബ്രേവറി മോസ ആണോ? ഇതൊക്കെ കൂടുതൽ ആവശ്യക്കാരുള്ളതല്ലേ? ആണ്. ഇത് കെയിൻ വെറൈറ്റിയാണ്. അയൺ ക്രോസ്. അയൺ ക്രോസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ട അല്ലേ? ഇതിന്റെ പേരാണ് അയൺ ക്രോസ്. ഇതൊരു കേളി വെറൈറ്റി, പക്ഷെ ഇതിന്റെ പേരറിയാം. ഇതിന്റെ പേരറിയത്തില്ലല്ലേ? ഇതൊരു വെറൈറ്റി അല്ലേ? ഇതിന്റെ പേര് മജസ്റ്റി. മജസ്റ്റി. അടിപൊളി പേരുകളാണ് കേട്ടോ. മജസ്റ്റി ഈ സാധനം. ഇത് വാട്ടർമെലോൺ പെപ്രോമിയ. പെപ്രോമിയ വാട്ടർമെലോൺ അല്ലേ? തണ്ണിമത്തന്റെ ആ ഒരു രീതിയിൽ വരുന്നത്. ഇതും ഒരു വെറൈറ്റി. അതിന്റെ പേരറിയോ? എനിക്കിവിടെ ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. എന്താ പറയാ? മേരി ക്രിസ്മസ്. ഞാൻ ആ ക്രിസ്മസ് സമയത്താണെന്ന് തോന്നുന്നു അന്ന് വന്ന് വീഡിയോ എടുത്തത്. അപ്പൊ അവിടുത്തെ ഒരു വെറൈറ്റി സാധനമായിരുന്നു ക്രിസ്മസ്, മേരി ക്രിസ്മസ്. ഓ, പുറമെ വേറെ കളർ, ഉള്ളിൽ വേറെ കളർ അല്ലേ? ഓരോ വെറൈറ്റി ഉണ്ട്, പക്ഷെ പേരറിയത്തില്ല അല്ലേ? ഇതിന്റെ കുറച്ച് ചെടികളുടെ പേര് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. മനുഷ്യനല്ലേ അല്ലേ? എല്ലാത്തിന്റെ ഓർത്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നിരനിരയായിട്ട് ഒരുപാട് ചെടികൾ ഇവരുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. ഇതിൻ്റെയൊക്കെ തൈകളും സ്റ്റോക്കുണ്ട്. അപ്പം വീഡിയോ കാണുന്നവർക്ക് നിങ്ങളുടെ വീടൊക്കെ വളരെ മനോഹരമാക്കാൻ പറ്റിയ ചെടികളുണ്ട്. ഇതിനോട് ക്രേസ് ഉള്ള കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ചേച്ചിയും മകളും ഇതിലേക്ക് ഇറങ്ങേണ്ട കാര്യം എന്ന് പറയുമ്പം ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ്. കുറച്ച് ചെടികൾ ആദ്യം ചെയ്തു തുടങ്ങി, പിന്നീട് ഇത് വലുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങി. അങ്ങനെയാണ് ഈ കാണുന്ന ചെടികളൊക്കെ ഇവർ പരിപാലിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നല്ലൊരു സംരംഭമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. നേരിട്ട് വായിക്കാൻ വേണ്ടിയുള്ളവർക്ക് സ്ഥലം എന്ന് പറയാം. ആലപ്പുഴ ജില്ലയിൽ ഇത് മാവേലിക്കര കുന്നോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ബെഗോണിയ ഗാർഡൻ